ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോറിലെ മലയാളത്തിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് RRB ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അപ്ഡേറ്റ്? നമ്മുടെ അടുത്ത് കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രശ്നം പിടിച്ച പണിയാണോ? കട്ടിപ്പണിയാണോ? പ്രൊമോഷൻ സാധ്യത എങ്ങനെയാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികൾ നിരന്തരമായിട്ട് കമന്റുകളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്കൊരു ഏതാനും ധാരണകൾ മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്തു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ കൈവശം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണുള്ളത്, നിങ്ങൾക്ക് +2 ഇല്ല, ഡിഗ്രി ഇല്ല, അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത വെച്ച് ഏതാനും വർഷത്തെ സർവീസ് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ പറ്റും ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റിലൂടെ. ചുമ്മാ പറയുന്നതല്ല, നമുക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണിച്ചു തരാം. 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? സ്റ്റേഷൻ മാസ്റ്റർ വരെ ആവാം ഏതാനും വർഷത്തെ സർവീസ് മൂലം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയാൽ മതി. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഉയർന്ന യോഗ്യതയുള്ള ആളുകളാണ്. ചിലപ്പോൾ ITI ഉള്ള കുട്ടികളായിരിക്കാം, ഡിപ്ലോമയുള്ള കുട്ടികളായിരിക്കാം, ഡിഗ്രി ഉള്ള കുട്ടികളായിരിക്കാം, ഡിഗ്രിയിൽ തന്നെ BTech ഉള്ള കുട്ടികളായിരിക്കാം. നിങ്ങൾ കയറുന്നത് ഗ്രൂപ്പ് ഡി പോസ്റ്റിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ ലെവൽ 1 പോസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിയിൽ നിന്നും ലെവൽ 6 പോസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ എക്സാമിലേക്കോ, ലെവൽ 5 പോസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമിലേക്കോ, ലെവൽ 2 പോസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റിലേക്കോ എന്ത് ചെയ്യാം? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കയറാം. അത് നിങ്ങൾ എന്നാണോ സർവീസിൽ കയറുന്നത്, ലെവൽ 1 പോസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിയിൽ എന്നാണോ നിങ്ങൾ സർവീസിൽ കയറുന്നത്, ആ കയറുന്ന ദിവസം തൊട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഉയർന്ന പോസ്റ്റുകളിലേക്ക് കയറാം, നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് പ്രൊമോഷൻ ടെസ്റ്റിന്റെ സാധ്യത. ഇതാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമിലേക്ക് ഉള്ള അല്ലെങ്കിൽ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കേന്ദ്ര സർക്കാർ ജോലി അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഗ്രൂപ്പ് ഡി തരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇപ്പൊ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 രീതിയിലുള്ള പ്രൊമോഷൻ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം, ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം അഥവാ GDCE എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കാം, ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാം അഥവാ LDCE. മൂന്നാമത്തെ ടൈപ്പ് പ്രൊമോഷൻ എന്താണ്? സീനിയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ 1ഉം 2ഉം ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വകുപ്പ് തല പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന തസ്തികകളിലേക്ക് എന്ത് ചെയ്യുക? കയറി പോകാവുന്നതാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് എക്സാം ഒന്നും എഴുതുന്നില്ല, നിങ്ങളുടെ സർവീസിന്റെ കാലാവധി എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന പ്രൊമോഷൻ പോസ്റ്റുകൾ. ഇതിൽ 1ഉം 2ഉം സാധ്യതകളാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. 1, 2ലാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ അടങ്ങിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കാം. ഇത് 31/1/2025, അതായത് ഈ വർഷം ജനുവരി 31 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. എവിടെ പുറത്തുവിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്? മധുരൈ എന്ന് പറഞ്ഞാൽ സദേൺ റെയിൽവേയുടെ കീഴിലുള്ള ഒരു ഡിവിഷനാണ്. സദേൺ റെയിൽവേയുടെ കീഴിൽ 6 ഡിവിഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ സോൺ അനാലിസിന്റെയും പോസ്റ്റ് അനാലിസിന്റെയും ഒക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സദേൺ റെയിൽവേയുടെ കീഴിൽ 6 ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് മധുരൈ ഡിവിഷൻ എന്ന് പറയുന്നത്. മധുരൈ ഡിവിഷൻ പുറത്തുവിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റേഷൻ മാസ്റ്റർ. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ബോക്സ് നോക്കുക. സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്റർ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. PML 6 എന്ന് പറഞ്ഞാൽ പേ ലെവൽ മെട്രിക്സ് ലെവൽ 6 എന്നാണ് അർത്ഥം. ഓഫ് 7PC എന്ന് പറഞ്ഞാൽ 7ാം പേ കമ്മീഷൻ പ്രകാരം ലെവൽ 6 പോസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2 ഒഴിവുകളിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ 2 ഒഴിവല്ലോ, സാധ്യത എങ്ങനെയുണ്ട്? നിങ്ങൾ അങ്ങനെ നിരുത്സാഹപ്പെടേണ്ട. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതല്ല. ഇത് മധുരൈ ഡിവിഷന്റെ കാര്യം മാത്രമാണ് ഇനി പറയുന്നത്. ഇതുപോലെ എല്ലാ ഡിവിഷനിലും എക്സാംസ് നടത്തും. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കാം. സ്റ്റാഫ് ഇൻ ലെവൽ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ. Of the operating department who are matriculates and have 5 years of regular service in operating department may also be allowed to appear. എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ള 5 വർഷം ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സാണ് ജനറൽകാർക്ക്, 50 വയസ്സാണ് SC/ST-കാർക്ക്. ക്വാളിഫിക്കേഷൻ എന്ത് മതി? 10ാം ക്ലാസ് മതി, മെട്രിക്കുലേഷൻ മതി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരിക. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് 5 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറാം? സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് മാറാം. 31/1/2025 പുറത്തുവിട്ട നോട്ടിഫിക്കേഷൻ ആണിത്. ഞാൻ കള്ളവും പറയുന്നതല്ല, ഇത് മധുരൈ ഡിവിഷന്റെ നോട്ടീസ് ആണ്. അപ്പം പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിക്ക് അകത്തുണ്ട്. മനസ്സിലായോ? ഇനി അപ്പൊ ഇത് ലിമിറ്റഡ്, ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് എക്സാമിന്റെ സാധ്യതയാണ്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സാധ്യത കൂടെ മനസ്സിലാക്കാം.
അപ്പോൾ ഈ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റിന്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഗ്രൂപ്പ് ഡിക്കാർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനകത്ത് മാത്രം വരുന്ന ഗ്രൂപ്പ് ഡിക്കാർക്ക്, പൊതുവെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്ന പോയിന്റ്സ്മാൻ പോലെയുള്ള പോസ്റ്റുകളാണ് ഈ ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. അപ്പോൾ ആ പോയിന്റ്സ്മാൻ പോലെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷ എഴുതാം. ഇവിടെ പോയിന്റ്സ്മാൻ എയുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ്മാൻ എ എന്ന് പറയുന്നത് എന്താണ്, ലെവൽ 2 പോസ്റ്റ് ആണ്. അതിന്റെ ലെവൽ 1 പോസ്റ്റ് ആണ്. പോയിന്റ്സ്മാൻ ബി ഇത്തവണ വിളിച്ചിട്ടുണ്ട്. ഇത്തവണ 5000 ചിലാൻ ഒഴിവാണ് പോയിന്റ്സ്മാൻ ബിക്കുള്ളത്. അപ്പോൾ പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന പോസ്റ്റിന് എന്ത് ചെയ്യാം, അതിൽ കയറുന്ന ആളുകൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് മാറാവുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. പക്ഷെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്കാണ് ഈ പരീക്ഷയ്ക്ക് സാധ്യതയുള്ളത്. ഇനി നേരെ മറിച്ച് അങ്ങനെയല്ല, ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ആണ് കാണുന്നത്. ഇത് 30/7/2023 പുറത്തുവിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. RRC സദേൺ റെയിൽവേ എന്ന് പറഞ്ഞാൽ ചെന്നൈ നമ്മുടെ സദേൺ സോണിനകത്ത് പുറത്തുവിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ GDC എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, GDC എന്ന് പറയുന്ന എക്സാം ഏതൊക്കെ പോസ്റ്റിലേക്ക് അവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ജൂനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഗാർഡ് അഥവാ ട്രെയിൻ മാനേജർ, ഇത്രയും പോസ്റ്റിലേക്ക് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തുന്നു. ഈ ജനറൽ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആർക്കൊക്കെ എഴുതാൻ പറ്റുക, ആർക്കും എഴുതാം. സർവീസിലുള്ള ആർക്കും എഴുതാം. സർവീസിൽ കയറിയതിന് ശേഷം വരുന്ന എക്സാം, അത് എന്നാണ് നിങ്ങൾ സർവീസിൽ കയറുന്നത് അതിന് ശേഷം പിറ്റേ ദിവസം വരുന്ന എക്സാം ആണെങ്കിൽ ആ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പ്രൊബേഷൻ പീരീഡ് കഴിയണം, അതിനെ കുറച്ച് അങ്ങനത്തെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ സർവീസിൽ ഇരിക്കുന്ന ആർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് എന്ത്, ജനറൽ ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത് 30/7/2023 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഈ എക്സാം ഏതൊക്കെ പോസ്റ്റിലേക്കുള്ളതാണ്, ജൂനിയർ എഞ്ചിനീയറിന്റെ പോസ്റ്റിലേക്കാണ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്കാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3, ഗുഡ്സ് ഗാർഡ്, ട്രെയിൻ മാനേജർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ്. ഒഴിവുകൾ നിങ്ങളിവിടെ നോക്കുക. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് 234 ഒഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 വെച്ചിട്ടുള്ള ഒഴിവുകൾ നോക്കുക. ഇത്രയും പോസ്റ്റുകൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ് 10ാമത്തെ കൊടുത്തിരിക്കുന്നത്, 25 ഒഴിവ്. അതിനുശേഷം ബാക്കിയെല്ലാം ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ജൂനിയർ എഞ്ചിനീയറിന്റെ ഒഴിവുകൾ നോക്കുക. ഇത്രയും ഒഴിവുകൾ ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയുള്ളതാണ്. ഗുഡ്സ് ഗാർഡിന്റെ ഒഴിവ് നോക്കുക, 27 ഒഴിവുകളാണ് ഗുഡ്സ് ഗാർഡിനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, സർവീസിലുള്ള ആളുകൾ മാത്രമാണ് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത്. 2019 ഗ്രൂപ്പ് ഡി എക്സാം നോട്ടിഫിക്കേഷൻ ഇട്ട് നടത്തിയപ്പോൾ 1.89 കോടി ആളുകൾ, 1,89,00,000 ആളുകളാണ് അപ്ലൈ ചെയ്തിരുന്നത് അന്ന് എക്സാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കോമ്പറ്റീഷൻ എത്രമാത്രം ചെറുതായി എന്നുള്ളത്. ഈ 32,000 ഒഴിവാണ് ഇപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത്. ഈ 32,000 പേരല്ലേ ലെവൽ 1 പോസ്റ്റിലേക്ക് കയറുന്നത് അല്ലേ? ആ 32,000, അപ്പൊ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് കോടികളിൽ നിന്നും ആയിരങ്ങളിലേക്ക് ചുരുങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ GDC എന്ന് പറയുന്ന പരീക്ഷയുടെ സാധ്യത ഇതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. 18ാമത്തെ പേജിനകത്താണ് ഇതിന്റെ യോഗ്യതയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ എക്സാം എഴുതാൻ പോകുന്ന ആൾക്ക് എന്ത് വേണം? ITI വേണം, അല്ലെങ്കിൽ ഡിപ്ലോമ, അതായി കാണുന്ന ഡിപ്ലോമ, അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, ഇതുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി അല്ലെങ്കിൽ നമ്മൾ RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണോ വരുന്നത് ആ ക്വാളിഫിക്കേഷൻ ഇവിടെ വേണം. GDC പരീക്ഷയുടെ പ്രത്യേകത അതാണ്. നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പരീക്ഷ, ആ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ പറ്റൂ. നേരത്തെ കാണിച്ച അങ്ങനെയായിരുന്നോ? SM-ന്റെ കേസിൽ അങ്ങനെയായിരുന്നോ? ഇത് സ്റ്റേഷൻ മാസ്റ്റർ, ഞാൻ തൊട്ട് മുന്നേ കാണിച്ച ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആയിരുന്നു. ഇത് LDC ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത വെച്ചുകൊണ്ട് ലെവൽ 6 ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 5 വർഷത്തെ സർവീസ് ഉണ്ടായാൽ മതി. ഇത് അങ്ങനെയല്ല. GDC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ള, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വേണം, അതിൻ്റെ കൂടെ ITI വേണം, അല്ലെങ്കിൽ ഡിപ്ലോമ വേണം, അല്ലെങ്കിൽ BTech വേണം. ഇത്രയും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന്. 10ാം ക്ലാസ് എന്തായാലും വേണം. 10ാം ക്ലാസിന്റെ കൂടെ ITI ഒരു കോമ്പിനേഷനാണ്, ഡിപ്ലോമ ഒരു കോമ്പിനേഷനാണ്, എഞ്ചിനീയറിംഗ് ഒരു കോമ്പിനേഷനാണ്. ഇതുള്ള ആർക്കും എന്ത് ചെയ്യാം, ALP പരീക്ഷ എഴുതാം. ടെക്നീഷ്യൻ എക്സാം അതാത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഓരോ ടെക്നീഷ്യൻ പരീക്ഷയ്ക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. സിഗ്നൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നലിന് BSc എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ഫിസിക്സിലോ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ BSc പാസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എഴുതാം. ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഴുതാം. സപ്പോസ് നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾ, ലെവൽ 1 ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതുന്ന കുട്ടികൾ ITI പഠിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി, നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി, GDC എഴുതി, നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിട്ട് കയറാൻ പറ്റും വിചാരിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 3 കൊണ്ട് അവസാനിക്കോ? ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാം. ഇവിടെ കൊടുത്തിരിക്കുന്ന അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആണ്. ഇത് എന്തിനുള്ള എക്സാം ആണ് നോക്കുക, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കുള്ള എക്സാം ആണ്. അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കുള്ള LDC എക്സാം ആണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കുള്ള LDC എക്സാം ആണ്.
ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ നോക്ക്, എന്ത് മതി? ITI മതി. ഇതാ ഈ പെട്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്, മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ITI മതി. അല്ലെങ്കിൽ എന്ത് മതി? +2 മതി. ITI യോഗ്യതയോ +2 യോഗ്യതയോ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം എഴുതാൻ വേണ്ട യോഗ്യത വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എഴുതാം. ലെവൽ 2 എക്സാം എഴുതാനുള്ള യോഗ്യതയുള്ള ആളുകൾക്ക് എന്ത് എഴുതാം? ലെവൽ 6 പോസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പൊ ഇതെല്ലാം പ്രൊമോഷൻ സാധ്യതകളാണ്. ഇത്രയും സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പൊ സാധ്യതകളില്ല, കട്ടിപ്പണിയാണ്, ഈ പണി ഒന്നിനും കൊള്ളില്ല, ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും തുടങ്ങിയ എന്താ പറയുക എക്സ്ക്യൂസുകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. ചിലപ്പോൾ ആദ്യത്തെ കുറച്ചു കാലം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്രയും സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ജോലിക്ക് കയറി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലക്ഷ്യം വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പുറകെ ഓടാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നേടിയെടുക്കാം. അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോഷൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റ് ലെവൽ 1 പോസ്റ്റ് അല്ലേ, കട്ടിപ്പണിയല്ലേ, എല്ലാവരും നല്ല എന്താ പറയുന്നത് കട്ടിപ്പണിയാണെന്ന് പറയുന്നത്, മോശം പണിയാണെന്നൊക്കെ പറയണമെന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് യോഗ്യത വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താവാം? 5 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ, 45 വയസ്സിനുള്ളിൽ നിങ്ങളുടെ പ്രായമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ വരെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റിനെ നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ, ജോലിയുടെ നേച്ചർ, ഇതൊക്കെ എങ്ങനെയാണ്? അത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾ ജോലി ചെയ്യുന്നത് ട്രാക്ക് മെയിൻറ്റൈനർ ആയിട്ടായിരിക്കാം, പോയിന്റ്സ്മാൻ ആയിട്ടായിരിക്കാം, അല്ലെ, അസിസ്റ്റന്റ് SNT സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് പോസ്റ്റിലാണോ ഇരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ. അത് മാത്രമാണോ? അല്ല. നിങ്ങൾ ഏത് ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ സദേൺ റെയിൽവേയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം ഡിവിഷൻ ഉണ്ട്, മധുരൈ ഡിവിഷൻ ഉണ്ട്, സേലം ഡിവിഷൻ ഉണ്ട്, പാലക്കാട് ഡിവിഷൻ ഉണ്ട്, കോച്ച് ഫാക്ടറി ഉണ്ട്, അങ്ങനെ 6ഓളം ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഏത് ഡിവിഷനിൽ എത്ര ഒഴിവുണ്ട്, ഏത് ഡിവിഷൻ, ആ ഡിവിഷൻ എപ്പോഴാണോ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വിളിക്കുന്നത് അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച മധുരൈ ഡിവിഷന്റെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മധുരൈ ഡിവിഷന്റെ ആണ്. ഈ കാണുന്നതും മധുരൈ ഡിവിഷന്റെ ആണ്. ഇത് രണ്ടും LDC ആണ്. സ്റ്റേഷൻ മാസ്റ്ററുടെയും ഈ ജൂനിയർ എഞ്ചിനീയറിന്റെയും പരീക്ഷ എന്ന് പറയുന്നത് LDC ആണ്, ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഇത് GDC ആണ്. GDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ റെയിൽവേയിൽ മൊത്തം നടത്തുന്നതാണ്. ആ സദേൺ റെയിൽവേയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും ഈ പറഞ്ഞ പരീക്ഷകൾക്ക് അവരവരുടെ യോഗ്യത അനുസരിച്ച് എന്ത് ചെയ്യാം? എഴുതാനായിട്ട് പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരം ഈ കാണിച്ച 3 നോട്ടിഫിക്കേഷനിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഏതാനും വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ എഴുതി ലെവൽ 6 പോസ്റ്റ് വരെ എത്താനായിട്ട് പറ്റും. നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യതയാണ് ഉള്ളതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൈവശം ഏതാനും വർഷം നിങ്ങൾ സർവീസിൽ ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ എഴുതി പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ലെവൽ 6 പോസ്റ്റ് വരെ നിങ്ങൾക്ക് എത്താം, അല്ലെ? രണ്ടാമത് എന്താ? ഉയർന്ന യോഗ്യത, നിങ്ങൾ 10ന് മുകളിൽ ITI ഉള്ളവരോ, ഡിപ്ലോമ ഉള്ളവരോ, ഡിഗ്രി ഉള്ളവരിൽ തന്നെ BTech ഉള്ളവരോ ആണെന്നുണ്ടെങ്കിൽ GDCയിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് ചുരുങ്ങിയ കോമ്പറ്റീഷനിലൂടെ എക്സാമിൽ എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ചുരുങ്ങിയ കോമ്പറ്റീഷനിലൂടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്താ ചുരുങ്ങിയ കോമ്പറ്റീഷൻ എന്ന് പറയാൻ കാരണം? പുറത്ത് ഓപ്പൺ കാറ്റഗറിയിൽ RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിൽ ലക്ഷോപലക്ഷം ആളുകളുടെ കൂടെ മത്സരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് മത്സരിച്ചാൽ മതി? നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ആളുകളുടെ കൂടെ മത്സരിച്ചാൽ മതി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. ഇത്രയാണ് ഈ പറയുന്ന പ്രൊമോഷൻ സാധ്യതകൾ എന്ന് പറയുന്ന ഈ ഒരു ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.